ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒറ്റ ശിഖരം റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മുകുന്ദൻ ചന്ദ്രമോഹനോട് പറയുന്നു, മീനാക്ഷിയും കുഞ്ഞിനെയും സംബന്ധിച്ച വിവരങ്ങളെല്ലാം അപ്പോഴപ്പോഴെന്നെ അറിയിക്കണം. എന്റെ ഫോണിലേക്ക് മിസ് കോൾ ഇട്ടാ മതി, ഞാൻ സൗകര്യം പോലെ തിരിച്ചു വിളിച്ചോളാം. ചന്ദ്രമോഹൻ ചോദിക്കുന്നു, ആഴ്ചയിൽ 2 തവണ പോകാം മൂവാറ്റുപുഴയ്ക്ക്, അതുപോലെ? മുകുന്ദൻ പറയുന്നു, മതി. തുളസി ചേട്ടനെ കൂടുതൽ വെറുപ്പിക്കാതെ നോക്കണം. പുള്ളിക്കാരന് ഇടയ്ക്ക് കുറച്ച് പൈസ കൊടുത്തേക്കണം, ഞാൻ അയച്ചു തരാം. അയാൾക്ക് അയാളുടേതായ ചില മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഭാഗം എപ്പോഴും ക്ലിയർ ആയിരിക്കണം. അങ്കിത പറയുന്നു, നമ്മൾ ഇതുവരെ ഒരുപാട് കൊടുത്തു കഴിഞ്ഞു. ആ ഫാമിലിയുടെ എല്ലാ ചിലവുകളും നമ്മളാണ് നോക്കിയത്. മുകുന്ദൻ പറയുന്നു, നമ്മൾ വേണ്ടതുപോലെ ചെയ്തില്ലെന്ന് ആർക്കും തോന്നരുത്. അവര് നമ്മളോട് കടപ്പെട്ടിരിക്കണം, നമ്മൾ അങ്ങോട്ട് കടക്കാരായിരിക്കരുത്. അതെന്റെ ഒരു പോളിസിയാ. ചന്ദ്രമോഹൻ പറയുന്നു, അങ്ങനെയുള്ളവർക്ക് എപ്പോഴും നഷ്ടങ്ങളെ ഉണ്ടാകത്തുള്ളൂ. മുകുന്ദൻ പറയുകയാണ്, നഷ്ടങ്ങൾ വന്നോട്ടെ, ഒരു കൈ കൊണ്ട് കൊടുക്കുമ്പോൾ മറു കൈയിലേക്ക് താനേ വരും. എന്റെ എക്സ്പീരിയൻസ് അങ്ങനെയാ. അങ്കിത പറയുന്നു, മീനാക്ഷിക്ക് പോക്കറ്റ് മണിയായിട്ട് കുറെ പൈസ കൊടുക്കാം, അതില് തെറ്റില്ല. അവളാണല്ലോ സ്വന്തം ജീവിതം പണയപ്പെടുത്തിയതും വേദനയും വിഷമങ്ങളും എല്ലാം സഹിച്ചതും. ചന്ദ്രമോഹൻ പറയുന്നു, അതാ നല്ലത്. തുളസി ചേട്ടൻ എത്ര കൊടുത്താലും അയാൾക്ക് അതിന്റെ നന്ദിയും കൂറും ഒന്നും കാണില്ല. ഇത്രയൊക്കെ കൊടുത്തിട്ടും അയാൾ നമുക്ക് വേണ്ടി എന്തോ ഔദാര്യം കാണിച്ചതുപോലെയാ. അങ്കിത പറയുന്നു, അതാണ് ഞാൻ പറഞ്ഞത്, മീനാക്ഷിക്കാണ് കൊടുക്കേണ്ടതെന്ന്. ബാക്കിയുള്ളവർ അവരവരുടെ കാര്യം നോക്കും. അവളുടെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? മുകുന്ദൻ പറയുന്നു, അതൊക്കെ ചന്ദ്രമോഹൻ മനോധർമ്മം പോലെ ചെയ്തോളൂ. ചന്ദ്രമോഹൻ പറയുന്നു, ഈ 3 മാസം മീനാക്ഷി അനുവദിച്ച കാലാവധിയാണ്. തുളസി ചേട്ടൻ ഇതുവരെയും അത് അംഗീകരിച്ചിട്ടില്ല. മുകുന്ദൻ പറയുന്നു, മീനാക്ഷി പറഞ്ഞതിനപ്പുറത്ത് ഇനി വേറൊന്നും ഇല്ലടോ. അവൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടായിട്ടല്ലേ അവള് പറഞ്ഞത്. നമ്മൾ ഇനിയും വേറൊന്നും നോക്കണ്ട. നാളെ തന്നെ അയാൾക്ക് ബാക്കി കൊടുക്കാനുള്ള 10 ലക്ഷം കൊടുക്കുക, അതോടെ അയാൾ അടങ്ങിക്കോളും. ചന്ദ്രമോഹൻ ചോദിക്കുന്നു, പണമായിട്ടാണോ അതോ ചെക്കാണോ? മുകുന്ദൻ പറയുന്നു, ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കാം. നാളെ ഞാൻ ബാങ്കിൽ നിന്ന് കാശ് എടുത്ത് തരാം. ഇത്തരം ഇടപാടുകളിൽ പൈസ നേരിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. സരോഗസിക്ക് പ്രതിഫലം വാങ്ങാനും കൊടുക്കാനും പാടില്ലെന്നാണ് നിയമം. ചന്ദ്രമോഹൻ ചോദിക്കുന്നു, പ്രതിഫലം കൊടുക്കാതെ ആരെങ്കിലും ഫ്രീ ആയിട്ട് കുഞ്ഞിനെ പ്രസവിച്ച് കൊടുക്കുമോ സാറേ? ഈ നിയമമൊക്കെ ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? മനുഷ്യന് ഉപകാരപ്പെടണ്ടേ? മുകുന്ദൻ പറയുന്നു, എടോ, പല നിയമങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മനുഷ്യനത് അനുസരിക്കാൻ വേണ്ടിയല്ല, ലംഘിക്കാൻ വേണ്ടിയാ. ആളുകൾ നിയമം ലംഘിച്ചില്ലെങ്കിൽ കൈക്കൂലിയും അഴിമതിയും നടക്കുമോ? ചന്ദ്രമോഹൻ പറയുന്നു, എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ സർ. അപ്പോൾ മുകുന്ദൻ പറയുകയാണ്, താൻ നിക്ക്, തനിക്ക് ഞാൻ ഇതുവരെ കാര്യമായിട്ട് ഒന്നും തന്നിട്ടില്ല. ഒരു മിനിറ്റ്. ഇത് കേട്ട് ചന്ദ്രമോഹൻ സാറിന് വിളിക്കുമ്പോൾ മുകുന്ദൻ പുഞ്ചിരിച്ച് അകത്തേക്ക് പോവുകയാണ്. ചന്ദ്രമോഹൻ അങ്കിതയോട് പറയുന്നു, എനിക്ക് ഞാൻ അങ്ങനെ എന്തെങ്കിലും ലാഭം പ്രതീക്ഷിച്ചല്ല മാഡം. പ്രതാപൻ സാർ എനിക്ക് ശമ്പളം തരുന്നുണ്ട്, ആ കൂട്ടത്തിൽ ഇതും കൂടി നടന്നു പോയെന്നേ ഉള്ളൂ. അങ്കിത പറയുന്നു, അതൊന്നും സാരമില്ല. ചന്ദ്രമോഹൻ ഹാർഡ് വർക്ക് ചെയ്തു എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് പകരം വേറെ ആരായിരുന്നാലും ഇതൊന്നും നടക്കില്ല. അവിടേക്ക് വന്ന മുകുന്ദൻ ഒരു ചെക്ക് നീട്ടിക്കൊണ്ട് പറയുന്നു, തൽക്കാലം ഇതിരിക്കട്ടെ. അത് വാങ്ങി നോക്കുകയാണ് ചന്ദ്രമോഹൻ. 1 ലക്ഷം രൂപയുടെ ചെക്ക് കണ്ടു ഞെട്ടി ചന്ദ്രമോഹൻ പറയുന്നു, സർ, ഇത്രയും വലിയൊരു പ്രതിഫലത്തിന് ഞാൻ അർഹനാണോ? മുകുന്ദൻ പറയുന്നു, ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ സ്വയം ചിന്തിക്കുക. പക്ഷേ തരാൻ കടപ്പെട്ടവരാണ് ഞങ്ങള്. താങ്ക് യു സാറിന് ചന്ദ്രമോഹൻ പറയുമ്പോൾ മുകുന്ദൻ പറയുന്നു, ചന്ദ്രമോഹൻ, നാളെ ക്യാഷുമായിട്ട് ചെല്ലുന്ന വിവരം ഇന്ന് തന്നെ അവരെ അറിയിക്കണം. അല്ലെങ്കിൽ നാളെ രാവിലെ അയാള് വേറെ എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. നമുക്ക് നാളെ കാണാം. വിളിക്കുമ്പോൾ ബാങ്കിലേക്ക് വന്നാ മതി. ചന്ദ്രമോഹൻ പറയുന്നു, ശരി സർ. മാഡം പോട്ടെ. ശരിയെന്ന് അവർ പറയുമ്പോൾ സന്തോഷത്തോടു കൂടി അവിടെ വന്ന് പോകുകയാണ് ചന്ദ്രമോഹൻ. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് വന്ന തുളസി ഉറക്കെ പറയുന്നു, പ്രസന്നെ, ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഇങ്ങെടുത്തു. കുഞ്ഞിന്റെ ചെറുകിയുള്ള കരച്ചില് കേട്ട് തുളസി പതിയെ റൂമിലേക്ക് ചെന്ന് നോക്കുകയാണ്. പുതപ്പെടുത്തോണ്ട് വന്ന് പുതപ്പിച്ചുകൊണ്ട് മീനാക്ഷി പറയുന്നു, എന്റെ പൊന്നിന് തണുക്കുന്നുണ്ടോടാ? അമ്മ പുതപ്പിച്ചല്ലോ, ഇപ്പൊ തണുപ്പ് മാറിയില്ലേ? തുളസി ദേഷ്യത്തോടു കൂടി കുഞ്ഞിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. മീനാക്ഷി പറയുന്നു, പാൽ കൊടുക്കുകയാണോ ഇത്? എന്റെ തേൻ പൂവാണോ അതോ എന്റെ കുഞ്ഞി തത്തയാണോ ചക്രമുത്തെ? അമ്മയുടെ ചക്കരയ്ക്ക് തണുക്കുന്നോടാ? ഇതെല്ലാം കണ്ട് വളരെ ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന തുളസിയുടെ അരികിലേക്ക് ചൂടുവെള്ളവുമായി വരികയാണ് പ്രസന്ന. മീനാക്ഷി ഒന്ന് ശ്രദ്ധിച്ചിട്ട് പതിയെ ചുമക്കുകയാണ് പ്രസന്ന. ഇത് കേട്ട് മീനാക്ഷി തുളസിയെയും പ്രസന്നയെയും നോക്കുന്നു. പ്രസന്ന പറയുന്നു, വെള്ളം താ. വെള്ളം വാങ്ങാതെ മീനാക്ഷിയുടെ അരികിലേക്ക് ചെന്ന തുളസി പറയുന്നു, ചന്ദ്രമോഹൻ നാളെ വരും 10 ലക്ഷം രൂപയും കൊണ്ട്. വരട്ടെ എന്ന് മീനാക്ഷി പറയുമ്പോൾ തുളസി പറയുകയാണ്, അപ്പൊ കൊച്ചിനെ അയാളുടെ കയ്യിലേക്ക് കൊടുത്തേക്കണം. എന്താടി നോക്കുന്നത്? മീനാക്ഷി പറയുന്നു, ഇതുവരെ ചന്ദ്രമോഹൻ സാറും മേനോൻ സാറും ഞാനും പറഞ്ഞതൊന്നും അച്ഛൻ കേൾക്കാഞ്ഞിട്ടാണോ? അതോ അതിന് ഒരു വിലയില്ലെന്ന് വിചാരിച്ചാണോ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? തുളസി പറയുന്നു, അവരുമായിട്ട് നമ്മുടെ കരാർ എന്താ? അത് മാത്രം നോക്കിയാൽ മതി. മീനാക്ഷി പറയുന്നു, നമ്മൾ 3 പേരും കൂടി ആലോചിച്ച് തീരുമാനിക്കാനല്ലേ ചന്ദ്രമോഹൻ സാർ പറഞ്ഞത്? തുളസി പറയുന്നു, എനിക്ക് ആരോടും ആലോചിക്കാനില്ല, ഞാൻ അങ്ങ് തീരുമാനിച്ചു. മീനാക്ഷി ചോദിക്കുന്നു, 3 ആഴ്ച സമയം അവർക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ലേ? ഇത് കേട്ട് തുളസി ചോദിക്കാണ്, നിന്റെ തലയ്ക്ക് എന്താ ഭ്രാന്താണോ? നമ്മൾ എന്തിനാ ഇതിനെ 3 ആഴ്ച നോക്കുന്നത്? നമുക്ക് അതിന്റെ യാതൊരു ആവശ്യവും ഇല്ല. മീനാക്ഷി പറയുന്നു, ശരിയാ, അച്ഛൻ ആവശ്യമില്ല, എനിക്കും ഇല്ല, അമ്മയ്ക്കും ഇല്ല. പക്ഷേ ഈ കുഞ്ഞിന് ആവശ്യമുണ്ട്. ഇത് എന്നോട് പറഞ്ഞു, ഇപ്പൊ അമ്മ എന്നെ വിട്ടു കളയരുത്, കുറച്ചു നാളുകൂടി അമ്മ എന്റെ കൂടെ വേണമെന്ന്. തുളസി ചോദിക്കുന്നു, ഈ വാലുമാക്രി പോലെ ഇരിക്കുന്ന കൊച്ചു നിന്നോട് സംസാരിച്ചെന്നോ? നീ കേട്ടോടി പ്രസന്നെ അവള് പറയുന്നത്? നീ എന്നെ പൊട്ടനാക്കുകയാണോടി? നീ എന്നതാ വിചാരിച്ചത്? മീനാക്ഷി പറയുന്നു, അച്ഛൻ കേൾക്കാത്തത് പലതും എനിക്ക് കേൾക്കാൻ പറ്റും. കുഞ്ഞിനതിന്റെ അമ്മയോട് സംസാരിക്കാൻ ശബ്ദവും ഭാഷയും ഒന്നും വേണ്ട, ഒരു നോട്ടം മതി. അതുപോലും ഇല്ലെങ്കിലും കുഞ്ഞിന് പറയാനുള്ളതെല്ലാം അമ്മ കേൾക്കും. തുളസി പറയുന്നു, നീ വളച്ചു
വളച്ചൊടിച്ച് തിരിച്ച് വകുപ്പൊന്നും പറയണ്ട. ഇവിടെ ഞാനാ തീരുമാനം എടുക്കുന്നത്. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് മീനാക്ഷി ചോദിക്കുന്നു, ആണോ? അച്ഛനാണോ? അച്ഛൻ പറഞ്ഞിട്ടാണോ ഈ കുഞ്ഞിനെ ഗർഭം ധരിക്കാനുള്ള തീരുമാനം ഞാൻ എടുത്തത്? ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാതായപ്പോൾ അച്ഛൻ കണ്ട ഒരേ ഒരു മാർഗം കൂട്ട ആത്മഹത്യയാണ്. 4 പേർക്ക് കഴിക്കാൻ അച്ഛൻ വാങ്ങിച്ചു കൊണ്ടുവന്ന വിഷം ഇപ്പോഴും ആ വാടക വീട്ടിൽ ഇരിക്കുന്നുണ്ടാകും. അന്ന് ആ വിഷം തിന്ന് മരിക്കേണ്ട നമ്മൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നുണ്ടല്ലോ. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഈ കുഞ്ഞ്. ഇത് ജനിക്കാൻ ആശിച്ചവരുടെ മനസ്സ്. അച്ഛൻ എന്നോട് പലതവണ പറഞ്ഞു കഴിഞ്ഞു, ഈ കുഞ്ഞ് നമ്മുടേതല്ല, ഇതിനെ നമ്മൾ ഉപേക്ഷിക്കണം. വല്ലവരും കൊണ്ടുപോയി വളർത്തുമ്പോൾ ഈ കുഞ്ഞ് അവരുടേതായി മാറുമെന്നൊക്കെ. ആരെല്ലാം എവിടെയെല്ലാം ഇവളെ കൊണ്ടുപോയാലും ശരി, ഊരും പേരും മാറ്റിയാലും ശരി, എന്തൊക്കെ വേഷം കെട്ടിച്ചാലും ശരി, ഇവക്കൊരു ഒറ്റ അമ്മ മാത്രമേ ഉള്ളച്ച, അത് ഞാനാ. തുളസീധരൻ നായരുടെ മകൾ മീനാക്ഷി. അത് മായ്ച്ചു കളയാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. ഈ കുഞ്ഞിന്റെ അച്ഛൻ ആവശ്യപ്പെട്ടാൽ 3 ആഴ്ചയല്ല, 3 മാസമല്ല, 3 വർഷം ഞാൻ ഇവളെ നോക്കും. ഇത് കേട്ട് തുളസി അവിടെ നിന്ന് പോകുമ്പോൾ പ്രസന്ന മീനാക്ഷിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. മീനാക്ഷി ചോദിക്കുന്നു, അമ്മയ്ക്ക് വല്ലതും പറയാനുണ്ടോ എന്നോട്? പറയുമ്പോൾ ഞാനും ഒരു അമ്മയാണെന്നുള്ള കാര്യം മറന്നു കളയരുത്. പ്രസന്ന ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയാണ്. മീനാക്ഷി കണ്ണു നിറഞ്ഞ കുഞ്ഞിനെ നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് വന്ന ചന്ദ്രമോഹൻ പറയുന്നു, ചേട്ടാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എത്തി. ദേ ബാക്കി പൈസയും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ വാക്ക് പറഞ്ഞാൽ വാക്കാ. തുളസി ചോദിക്കുന്നു, നിങ്ങൾ വാക്ക് പറഞ്ഞതല്ലായിരുന്നോ പ്രസവം കഴിഞ്ഞാൽ ഉടനെ കൊച്ചിനെ കൊണ്ടുപോയിക്കോളാമെന്ന്? കരാർ എഴുതി ഒപ്പിട്ടതല്ലായിരുന്നോ? എന്നിട്ടല്ലേ ഈ ചെറ്റത്തരം കാണിക്കുന്നത്? ചന്ദ്രമോഹൻ പറയുന്നു, ചേട്ടാ ചെറ്റത്തരം എന്നൊന്നും പറയല്ലേ, ചേട്ടൻ നരകത്തിൽ പോകും. ഒരമ്മ സ്വന്തം കുഞ്ഞിന് കുറച്ചുനാൾ പാല് കൊടുക്കുന്നതാണോ ചെറ്റത്തരം? ചേട്ടന് മനുഷ്യന്റെ വില അറിയത്തില്ല, വാക്കിന്റെ വില അറിയത്തില്ല. ഇയാൾ എന്നെ കൂടുതലൊന്നും പഠിപ്പിക്കേണ്ടെന്ന് തുളസി പറയുമ്പോൾ ചന്ദ്രമോഹൻ ചോദിക്കുന്നു, ചേട്ടൻ ഇന്ന് ആരെയാ കണി കണ്ടത്? ആകെ ഇടങ്ങേറിലാണല്ലോ. മഹാലക്ഷ്മി വീട്ടിലോട്ട് കയറി വന്നിരിക്കുകയാ രാവിലെ. ഉടനെ അതിന്റെ മുഖത്തോട്ട് തുപ്പുന്നു. കഷ്ടമുണ്ട് കേട്ടോ. ചേച്ചിയെ, പ്രസന്ന ചേച്ചിയെ. ഇത് കേട്ട് തുളസി ചോദിക്കുന്നു, എന്തിനാ ഇപ്പൊ എന്റെ ഭാര്യയെ വിളിക്കുന്നത്? ചന്ദ്രമോഹൻ പറയുന്നു, ഒരു ചായ. ഞാൻ ഇതും താങ്ങിക്കൊണ്ട് ഇവിടം വരെ വന്നതല്ലേ. നല്ല കനമുണ്ട് ചേട്ടാ. 10 ലക്ഷം രൂപ അടുക്കി അടുക്കി വെച്ചിരിക്കുക. അവിടേക്ക് വന്ന പ്രസന്നയോട് ചന്ദ്രമോഹൻ പറയുന്നു, ചേച്ചി ഇത് കണ്ടോ, 10 ലക്ഷം രൂപയാ ഇവിടെ തരാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുക. ഒരു നല്ല ചായ കിട്ടിയാൽ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ വെച്ച് തീരും. ചേച്ചി പോയി ധൈര്യമായിട്ട് ചായ എടുത്തു. എന്ത് വഴക്കുണ്ടെങ്കിലും അത് പറഞ്ഞു തീർക്കാതെ നമുക്ക് 2 കൂട്ടർക്കും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ എന്തിനാ വാശിയും പിണക്കവും ഒക്കെ? ഇത് കേട്ട് പ്രസന്ന അകത്തേക്ക് പോകുമ്പോൾ ചന്ദ്രമോഹൻ ചോദിക്കുന്നു, അപ്പൊ എങ്ങനെയാ ചേട്ടാ? മീനാക്ഷിയെ മോളെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞങ്ങളൊരു ഫ്ളാറ്റോ വില്ലയോ വാടകയ്ക്കെടുത്ത് അവിടെ താമസിപ്പിച്ചോളാം. ചേട്ടൻ ഒരു ശല്യം ഉണ്ടാക്കത്തില്ല. സാർ അങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് തുളസി പറയുമ്പോൾ ചന്ദ്രമോഹൻ പറയുകയാണ്, വേണ്ട, മീനാക്ഷിയും കുഞ്ഞും ഇവിടെ തന്നെ താമസിക്കുന്നതാണ് ഞങ്ങൾക്കിഷ്ടം. കാരണം മീനാക്ഷി പ്രസവിച്ചതല്ലേ ഉള്ളൂ. അവളെ നോക്കാനും ആരെങ്കിലും വേണമല്ലോ. സ്വന്തം അമ്മ നോക്കുന്നത് പോലെ വെക്കുവോ? വേറെ ആരെങ്കിലും നോക്കിയാൽ? ചേട്ടനാ പുറകോട്ട് കിട്ടിയ കയ്യൊന്നടിച്ചേ, അത് കടുംപിടുത്തത്തിന്റെ ലക്ഷണമാ. എനിക്കിപ്പോ മനസ്സിലാന്ന് തുളസി പറയുമ്പോൾ ചന്ദ്രമോഹൻ പറയുകയാണ്, ചേട്ടാ കൈ പുറകിൽ കെട്ടിയിരിക്കുന്നത് കൊണ്ട് ഈ പെട്ടി വാങ്ങാൻ പറ്റുമോ? തുളസി പറയുന്നു, പെട്ടി വാങ്ങണോ വേണ്ടയോന്ന് ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിക്കട്ടെ. അവിടേക്ക് വന്ന മീനാക്ഷി ചോദിക്കുന്നു, എന്താ അച്ഛാ ഇവിടെ പ്രശ്നം? അയാളോട് ചോദിക്കുന്ന തുളസി പറയുമ്പോൾ മീനാക്ഷി ചോദിക്കാണ്, എന്താ സാറേ? ചന്ദ്രമോഹൻ പറയുന്നു, ഞാൻ ഈ പൈസ തരാൻ വേണ്ടി വന്നതാ, 10 ലക്ഷം രൂപ. വന്നപ്പം മുതല് മൂപ്പര് പുറകോട്ട് കയ്യും കെട്ടി നിൽപ്പാ. ഇത് വാങ്ങാൻ തയ്യാറല്ല, ആലോചിക്കണമെന്ന്. മീനാക്ഷി ചോദിക്കുന്നു, അതെന്താ അച്ഛാ അങ്ങനെ? ചന്ദ്രമോഹൻ പറയുകയാണ്, ഏതായാലും പൈസ വാങ്ങിച്ചോളൂ, അത് ഞങ്ങള് തരാനുള്ളത് തന്നെയാ. ഞാൻ തിരികെ ചെന്ന് മേനോൻ സാറിനോട് എന്ത് പറയണം? എന്തെങ്കിലും ഒന്ന് പറ ചേട്ടാ, എനിക്ക് തിരിച്ചു പോകണ്ടേ? അച്ഛനൊന്നും പറയാനില്ലെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ തുളസി പറയുകയാണ്, എനിക്ക് പറയാനുള്ളത് ഞാൻ പണ്ടേ പറഞ്ഞു കഴിഞ്ഞു. മീനാക്ഷി പറയുന്നു, എന്റെ മോളുടെയും കാര്യമല്ലേ, അത് ഞാൻ തന്നെ തീരുമാനിക്കാം. എന്റെ മോള് ജനിച്ച തീയതി മുതൽ 3 മാസം തികയുന്ന തീയതി വരെ അവളെ ഞാൻ നോക്കിക്കോളാം. എവിടെ താമസിക്കുന്നീയെന്ന് തുളസി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ്, ഇവിടെ. മേനോൻ സാറ് എന്റെയും എന്റെ കുഞ്ഞിന്റെയും ആവശ്യത്തിനായി വാടകയ്ക്ക് എടുത്തു തന്ന ഈ വീട്ടിൽ. തവണ തെറ്റിക്കാതെ മേനോൻ സാർ എല്ലാ മാസവും കൃത്യമായി വാടക കൊടുക്കുന്ന ഈ വീട്ടിൽ. ഇത് കിട്ടിയ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് തുളസിയും പ്രസന്നയും. ചന്ദ്രമോഹൻ ചോദിക്കുന്നു, ചേട്ടാ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? തുളസി പറയുന്നു, അവള് തീരുമാനിച്ചതല്ലേ, തന്നിഷ്ടത്തിന് നടക്കട്ടെ. ചന്ദ്രമോഹൻ ചോദിക്കുന്നു, പൈസ? തുളസി പറയുകയാണ്, അതും അവളുടെ കയ്യിലേക്ക് കൊടുത്തേര്, പുഴുങ്ങി തിന്നട്ടെ. ഇത് കേട്ട് ചന്ദ്രമോഹൻ പറയുന്നു, ഞാൻ ആദ്യം തന്ന പൈസ പുഴുങ്ങി തിന്നുകയായിരുന്നു. എന്റെ ചേട്ടാ വാശിയും വൈരാഗ്യവും ഒക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കാതെ എടുത്തു കള. ആ പണം ടേബിളിലേക്ക് വെച്ച് പ്രസന്നയുടെ കയ്യിൽ നിന്നും ചായ വാങ്ങിച്ചു കുടിക്കുകയാണ് ചന്ദ്രമോഹൻ. നല്ല ചായ, ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഇത് കേട്ട് പുഞ്ചിരിച്ച് തുളസിയെ നോക്കുകയാണ് മീനാക്ഷി. അതിനുശേഷം കാണിക്കുന്നത് മുകുന്ദന്റെ വീട്ടിലേക്ക് വരികയാണ് ചന്ദ്രമോഹൻ. അങ്കിത ചായയുമായി വരുന്നു. മുകുന്ദൻ പറയുന്നു, തുളസി ചേട്ടൻ ഇപ്പോഴും മനസ്സുകൊണ്ട് സമ്മതിച്ചിട്ടില്ല അല്ലേ? ചന്ദ്രമോഹൻ പറയുന്നു, ഇല്ല സർ, നമ്മള് 3 ആഴ്ച സമയമേ ചോദിച്ചുള്ളൂ. അയാള് ഒരാഴ്ച പോലും തരത്തില്ലെന്ന് കട്ടായം പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? അപ്പോഴാ മീനാക്ഷി ഇടപെട്ടത്. 3 മാസം കുഞ്ഞിനെ നോക്കിക്കോളാമെന്ന് അവള് സമ്മതിച്ചു. അത് തുളസി ചേട്ടന് ഒരു കനത്ത അടിയായിരുന്നു. അത് അയാളൊട്ടും പ്രതീക്ഷിച്ചില്ല. അങ്കിത ചോദിക്കുന്നു, അപ്പോഴാണോ മീനാക്ഷിയും കുഞ്ഞും ആ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ലെന്ന് തുളസി ചേട്ടൻ ഡിമാൻഡ് വെച്ചത്? ചന്ദ്രമോഹൻ പറയുന്നു, അതെ. അപ്പൊ മീനാക്ഷി പറഞ്ഞു, ആ വീട്ടിൽ അവളും കുഞ്ഞും താമസിക്കുന്നില്ല, നമ്മളൊരു വീടെടുത്തു കൊടുത്താൽ കുഞ്ഞിനെയും കൊണ്ട് നമ്മുടെ കൂടെ പോരാമെന്ന്. സ്ഥിരമായിട്ടല്ല, കുഞ്ഞിന് 3 മാസം പ്രായമാകുന്നത് വരെ അവള് നമ്മൾ ഏർപ്പാടാക്കുന്ന വീട്ടിൽ താമസിച്ചുകൊണ്ട് കുഞ്ഞിനെ നോക്കാമെന്ന്. മുകുന്ദൻ പറയുന്നു, അതൊരു നല്ല ഐഡിയ ആണല്ലോ. തുളസി ചേട്ടന് മീനാക്ഷിയുടെയും
കുഞ്ഞിന്റെയും മുഖം കാണുകയും വേണ്ട, ബന്ധുക്കളെയും നാട്ടുകാരെയും പേടിക്കുകയും വേണ്ട. മാത്രമല്ല നമുക്ക് വല്ലപ്പോഴും തടസ്സമില്ലാതെ കുഞ്ഞിനെ പോയി കാണുകയും ചെയ്യാലോ. ചന്ദ്രമോഹൻ പറയുന്നു, എറണാകുളത്തോ ആലുവയിലോ വാടക വീടോ ചെറിയൊരു അപ്പാർട്ട്മെന്റോ വാടകയ്ക്കെടുത്ത് അവിടെ താമസിപ്പിച്ചാ മതിയെന്നാ മീനാക്ഷി പറഞ്ഞത്. മുകുന്ദൻ പറയുന്നു, നമുക്ക് കളമശ്ശേരിയിൽ ഒരു വില്ലയുണ്ടല്ലോ, പ്രതാപന അത് നോക്കുന്നത്. അങ്കിത പറയുന്നു, അതൊരു നല്ല ഐഡിയ അല്ല. മീനാക്ഷിയും കുഞ്ഞിനെയും നമ്മൾ കൊണ്ടുവരണ്ട. കൊണ്ടുവന്നാൽ മുകുന്ദന് കുഞ്ഞിനെ കൂടെ കൂടെ കാണാൻ തോന്നും. അവിടെ കുഞ്ഞു മാത്രമല്ലല്ലോ, മീനാക്ഷിയും ഉണ്ടല്ലോ. അതൊന്നും ശരിയാകത്തില്ല. ചന്ദ്രമോഹൻ പറയുന്നു, അത് ചേച്ചി പറഞ്ഞതിൽ അല്പം കാര്യമുണ്ട്. വെറുതെ എന്തിനാ നമ്മൾ വടി കൊടുത്ത് അടി വാങ്ങുന്നത്? മുകുന്ദൻ പറയുന്നു, എന്തായാലും അങ്ങനെ മാറി താമസിക്കുന്ന ഒരു ഐഡിയ തുളസിച്ചേട്ടൻ അംഗീകരിച്ചല്ലോ, അതുകൊണ്ട് ഇനി അതേപറ്റി സംസാരിക്കണ്ട. ചന്ദ്രമോഹൻ പറയുന്നു, ഒടുവിൽ മീനാക്ഷിയുടെ നിർബന്ധത്തിന് തുളസിച്ചേട്ടൻ വഴങ്ങി. അതിന്റെ ഒരു ക്ഷീണവും ദേഷ്യവും പുള്ളിക്കാരനുണ്ട്. മുകുന്ദൻ പറയുന്നു, ഏയ് അതൊന്നും സാരമില്ല, ഞാൻ തന്നെ പുള്ളിക്കാരനെ വിളിച്ച് സമാധാനിപ്പിക്കാം. അങ്ങനെ മുകുന്ദൻ തുളസിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറയുന്നു, ഞാൻ MK മേനോൻ. അപ്പോൾ തുളസി പറയുകയാണ്, മനസ്സിലായി, സാർ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ അല്ലേ? എല്ലാവരും കൂടി എന്നെ വെറും പോഴനാക്കി. മുകുന്ദൻ പറയുന്നു, ചേട്ടൻ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ, ഞങ്ങൾ നിവൃത്തികേടുകൊണ്ട് ചേട്ടന്റെ കാല് പിടിച്ച് അപേക്ഷിക്കാൻ നോക്കിയതാ. തുളസി പറയുന്നു, നിങ്ങൾ എന്റെ മോളെ പറഞ്ഞ മനസ്സ് മാറ്റിയെടുത്തു, എന്നിട്ട് എനിക്കെതിരെ നിർത്തി നിങ്ങളുടെ അഭ്യാസം നടന്നു, കൊള്ളാം. മുകുന്ദൻ പറയുന്നു, തുളസി ചേട്ടനെ ഇവിടെ ആരും വില കുറച്ച് കണ്ടിട്ടില്ല. ചേട്ടൻ അതിന്റെ പേരിൽ പിണം കണ്ട. ചേട്ടന്റെ സമ്മതവും സഹകരണവും ഇല്ലായിരുന്നെങ്കിൽ ഒന്നും നടക്കില്ല, ഞങ്ങൾക്ക് അറിയാം. തുളസി പറയുന്നു, പക്ഷേ നിങ്ങൾ വാക്കുവ്യത്യാസം കാണിച്ചു, അത് ഞാൻ മറക്കത്തില്ല സാറേ. മുകുന്ദൻ ചോദിക്കുന്നു, ചേട്ടാ ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണോ? കുഞ്ഞിനെ വാങ്ങിക്കൊണ്ടുപോയി അമ്മത്തോട്ടലിൽ കിടത്താൻ വേണ്ടിയല്ല ഞങ്ങൾ ഇത്രയും എഫോർട്ട് എടുത്തതും ഇത്രയും പണം മുടക്കിയതും. ഇത് കേട്ട് തുളസി പറയുന്നു, മനസ്സിലായി മനസ്സിലായി, കൂടുതൽ ഇങ്ങോട്ട് വിശദീകരിക്കണ്ട. മുകുന്ദൻ പറയുന്നു, ചേട്ടന് ശരിക്കും മനസ്സിലായിട്ടില്ല. കുഞ്ഞിന്റെ ആരോഗ്യത്തിനും നിയമപരമായ നിലനിൽപ്പിനും വേണ്ടിയാണ് ഞാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടത്. അവള് മിടുക്കിയായിട്ട് വളരണ്ടേ. ഒന്നുമില്ലെങ്കിലും ചേട്ടന്റെ കുടുംബത്തിൽ ചേട്ടന്റെയും കൂടി രക്തത്തിൽ പിറന്ന കുട്ടിയല്ലേ. ഇത് കേട്ട് തുളസി പറയുന്നു, അയ്യോ എനിക്ക് ആ രക്തബന്ധോ അംഗീകാരോ ഒന്നും വേണ്ട, അതൊക്കെ നിങ്ങൾ തന്നെ എടുത്തോ. മുകുന്ദൻ പറയുന്നു, ചേട്ടൻ ഞങ്ങളോട് കുറച്ചുകൂടി സൗമനസ്യം കാണിക്കാമായിരുന്നു. വഴക്കും വക്കാണോ ഉണ്ടാക്കി പിരിയുന്നതിനേക്കാളും നല്ലത് സ്നേഹത്തിലും സൗഹൃദത്തിലും പിരിയുന്നതായിരുന്നു. തുളസി ചോദിക്കുന്നു, നിങ്ങൾ പോകരിത്തരം കാണിച്ചിട്ട് ഇപ്പൊ എന്നെ കുറ്റം പറയുന്നു? വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തവരല്ലേ നിങ്ങള്? മുകുന്ദൻ ചോദിക്കുന്നു, ചേട്ടാ ചേട്ടന് തരാമെന്ന് പറഞ്ഞ 20 ലക്ഷം രൂപയും ഞങ്ങൾ തന്നില്ലേ? 1-2 ലക്ഷം കൂടുതലും തന്നിട്ടുണ്ട്. തുളസി പറയുന്നു, അതൊന്നും വലിയ കാര്യമല്ല സാറേ, ഞാൻ നിങ്ങളോട് കാശ് കൂടുതൽ ചോദിച്ചില്ല, തന്നത് വേണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല. നിങ്ങൾ 3 മാസം കഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ എന്നോ ചെയ്യും? മുകുന്ദൻ ചോദിക്കുന്നു, ഇത്രയെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോകാതിരിക്കുമോ? 20 ലക്ഷം രൂപയ്ക്കും ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്കൊന്നും ഒരു വിലയില്ലേ? തുളസി പറയുന്നു, മനുഷ്യന്റെ കാര്യമല്ലേ സാറേ, ഇന്ന് കാണുന്നവൻ നാളെ ഇല്ല. സാറ് വല്ല അപകടത്തിലും പെട്ട് എണീക്കാൻ വയ്യാതെ കിടന്നുപോയാൽ കൊച്ചിനെ ആരേറ്റെടുക്കും? ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോയാലോ? ഇത് കേട്ട് മുകുന്ദൻ ദേഷ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ അങ്കിത പറയുന്നു, കട്ട് ചെയ്യ, വേണ്ട സംസാരിക്കണ്ട. ചന്ദ്രമോഹൻ പറയുകയാണ്, വെച്ചോ മതി. തുളസി ചോദിക്കുന്നു, സാർ എന്താ മിണ്ടാത്തത്? പറയുമ്പം വിഷമം തോന്നിയിട്ട് കാര്യമില്ല, ഇതൊക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ. മുകുന്ദൻ പറയുന്നു, തുളസി ചേട്ടാ നിങ്ങളൊരു നാട്ടിൻ പുറത്തുകാരനാണെന്ന് മാത്രമേ ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടുള്ളൂ. ഇപ്പൊ മനസ്സിലായി, സംസ്കാരവും മര്യാദയും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു ജന്മമാണെന്ന്. ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ നിൽക്കില്ല, നിർത്തുക, ഗുഡ് ബൈ. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് ദേഷ്യത്തോടു കൂടി ഇരിക്കുന്ന മുകുന്ദനെ കാണിച്ച ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.